കെ.എസ്.ആർ.ടി.സിയുടെ ടൂർ പദ്ധതിയായ ബജറ്റ് ടൂറിസം പദ്ധതി. അപ്പോൾ ബജറ്റ് ടൂറിസം കോർഡിനേറ്റർമാരെ അഴിമതികൾ കാണിക്കുക. അത് കോർഡിനേറ്റർമാർ മാത്രമല്ല, കോർഡിനേറ്റർമാരെ കൊണ്ട് അഴിമതി കാണിപ്പിക്കുന്ന അതിന്റെ ഉന്നതത്തിലുള്ള ആളുകൾ എല്ലാവരും ചേർന്നുകൊണ്ട് വൻ അഴിമതിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ സംസ്ഥാന വ്യാപകമായിട്ട് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ഈ ബജറ്റ് ടൂറിസം പദ്ധതിയുമായി നടപ്പിലായിട്ടുണ്ട് എന്നുള്ളത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇത്തരം പരിപാടികൾ പറയുന്നതുകൊണ്ടാണല്ലോ എന്നെ പെട്ടെന്ന് പിരിച്ചു വിട്ടേക്കാൻ തീരുമാനിക്കുന്നത്. ഏതായാലും പിരിച്ചു വിട്ടാലും വിട്ടില്ലെങ്കിലും പറയാനുള്ളത് പറഞ്ഞിരിക്കും. ഒരിക്കൽ കൂടി പറയുന്നു, എറണാകുളം BTCയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന കുറ്റപത്രം നൽകിയിരിക്കുന്ന ആ കുറ്റപത്രത്തെ കുറിച്ചാണ് പറയാനുള്ളത്. നിങ്ങളെ ഞാൻ കുറ്റപത്രം കാണിക്കാം. എറണാകുളം യൂണിറ്റിലെ BTC കോർഡിനേറ്ററായ കണ്ടക്ടർ PB സിറാജുദ്ദീന്റെ പെൻ നമ്പർ G29614 പേരിലുള്ള കുറ്റാരോപണം. സിറാജുദ്ദീൻ എന്ന താങ്കൾ കോർപ്പറേഷൻ സർവീസിലിരിക്കെ താഴെ പറയുന്ന കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട്. 10/2/10/24 മുതൽ 2/10/25 വരെ ഓൺലൈനായി ഒടുക്കിയ തുക, അതായത് 24 10-ാം മാസം 2-ാം തീയതി മുതൽ 25 10-ാം തീയതി വരെയുള്ള ഓൺലൈനായിട്ട് ഒടുക്കിയ കളക്ഷൻ തുകയിൽ 1,47,844 സ്വന്തം അക്കൗണ്ടിലേക്ക് വകമാറ്റി ചെലവഴിച്ചു. BTCയിലെ ആളുകൾ വണ്ടിക്ക് ഈ ബുക്കിങ്ങിന് അയക്കുന്ന തുക കോർപ്പറേഷനിൽ അടക്കേണ്ടതിന് പകരം 1,47,844 രൂപ എങ്ങോട്ട് അടച്ചു? സ്വന്തം അക്കൗണ്ടിലേക്ക് അടച്ചു. എറണാകുളം യൂണിറ്റിലെ BTC ട്രിപ്പുകളുടെ ഫണ്ടുകളിൽ വേറെയും തിരിമറികൾ നടത്തി. ഗുരുതരമായ കുറ്റകൃത്യം, സ്വഭാവ ദൂഷ്യം. ഇദ്ദേഹം അസോസിയേഷൻ CI2വിന്റെ എറണാകുളത്തിലെ യൂണിറ്റ് അംഗ നേതാവായിരുന്നു ഈ വ്യക്തി. പക്ഷെ ഞാൻ ഈ വ്യക്തിയെ അല്ല കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഈ വ്യക്തി കുറ്റത്തിൽ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിക്കൊണ്ട് ഈ ഷാജി എന്ന് പറയുന്ന KSRTCയിലെ അഴിമതികൾക്ക് കൂട്ടുനിൽക്കുന്നു എന്ന് വെൽഫെയർ അസോസിയേഷൻ ആരോപിക്കുന്ന വിജിലൻസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ നൽകിയിരിക്കുന്ന കുറ്റപത്രമാണ്. അപ്പൊ ഞാൻ അദ്ദേഹം കൂട്ടുനിൽക്കുന്നു എന്നുള്ള ആരോപിക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. അതായത് കേരള സിവിൽ സർവീസസ് തരംതിരിക്കലും നിയന്ത്രണവും അപ്പീലും ചട്ടങ്ങൾ പ്രകാരം ഒരു ജീവനക്കാരൻ അഴിമതി നടത്തി എന്ന്, സാമ്പത്തിക തിരിമറി നടത്തി എന്ന് ബോധ്യപ്പെട്ടാൽ അവിടെ ആദ്യം ചെയ്യേണ്ടത് സംസ്ഥാന പോലീസ് വിജിലൻസിനെ അറിയിക്കുകയാണ്, പോലീസ് അധികാരികളെ അറിയിക്കുകയാണ്. അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അത് വളരെ കൃത്യമായി കേരള സിവിൽ സർവീസ് തരംതിരിക്കലും നിയന്ത്രണവും അപ്പീലും ചട്ടങ്ങൾ, ക്ലാസിഫിക്കേഷൻ കൺട്രോൾ ആൻഡ് അപ്പീൽ എന്ന് പറയുന്ന ആ നിയമസംഹിതയിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 1,47,000 രൂപയുടെ അഴിമതി കാണിച്ച വ്യക്തിക്ക് എതിരെ ഡിപ്പാർട്ട്മെന്റ് നടപടി മാത്രമല്ല എടുക്കേണ്ടത്, ഈ വ്യക്തിക്ക് ക്രിമിനൽ കേസ് നടപടികൾ എടുക്കണം, പോലീസിൽ അറിയിക്കണം. ഇത് പൊതുജനങ്ങളുടെ സ്വത്തിനെ KSRTC കോർപ്പറേഷന്റെ പൊതുമുതൽ കൊള്ളയടിച്ച കേസാണ്. എന്തേ നടപ്പിലാക്കാത്തത്? അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വിജിലൻസ് KSRTCയിലെ വിജിലൻസ് അധികാരിയായിട്ടിരിക്കുന്ന, പ്രത്യേകിച്ച് IAS നോമിനേറ്റ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിക്ക് അവിടുത്തെ എന്തുകൊണ്ടാണ് ഇത് അറിയാൻ പാടില്ലാതെ പോയത്? അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, അഴിമതിക്ക് കൂട്ടുനിന്നിരിക്കുകയാണ്. ഇത് ഈ തുകയൊന്നും അല്ല ഇതിന്റെ അഴിമതിയുടെ കാരണം. ഈ തുകയൊന്നും ഇതിന്റെ പുറത്ത് വന്നിരിക്കുന്ന മഞ്ഞുമലയുടെ നിസ്സാര ഒരു മോള് വശം മാത്രമാണ്. എറണാകുളം ഡിപ്പോ അധികാരിയായി ആ സമയത്തിരുന്ന ശൈലജ എന്ന് പറയുന്ന വ്യക്തിയാണെന്ന് തോന്നുന്നു. ആ വ്യക്തിക്ക് ഈ കാര്യത്തിൽ പങ്കുണ്ടോ എന്ന് എന്തുകൊണ്ട് അന്വേഷിച്ചില്ല? ഇപ്പൊ ഒരു വർഷത്തോളം ഒരു BTC കോർഡിനേറ്റർ ഈ അടയ്ക്കേണ്ട തുക അവിടെ അടയ്ക്കുന്നില്ല. ഇത് സൂപ്രണ്ട് പരാതി പറയുന്നു. ആരോട്? ATO, അതായത് DTOയുടെ ചുമതലയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറോട് പരാതി പറയുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മിണ്ടിയിട്ടില്ല. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഈ വിവരം രഹസ്യമാക്കി വെക്കുന്നു. ഈ ഒരു അക്കൗണ്ടിൽ തന്നെ അതിന്റെ ഫുൾ ഡീറ്റെയിൽ വിവരാശം എൻ്റെ ഉണ്ട് കേട്ടോ. UPI അക്കൗണ്ടിൽ തന്നെ പലതവണ ഈ പല ട്രിപ്പുകൾക്കായി പൈസ അയച്ചിട്ടുണ്ട്. തിരിമറികൾ നടന്നിട്ടുണ്ടെന്നത് വളരെ വ്യക്തമായിട്ട് കാണാം. ചിലതില് കണ്ടക്ടർമാർ പോയിട്ട് വേബിലിന്റെ പുറകിൽ എഴുതിയിട്ടുണ്ട് ഈ തുക സിറാജുദ്ദീന് കൈമാറിയിട്ടുണ്ട് എന്ന്. എങ്ങനെയാണ് ഈ ഡിപ്പോ അധികാരിയായിട്ടിരുന്ന ഈ ശൈലജ ഈ വിഷയത്തിൽ മൗനം പാലിച്ചിട്ടുള്ളത്? എന്തുകൊണ്ടാണ് അവർ റിട്ടയർ ആകുന്നത് വരെ ഇതിന്റെ കുറ്റപത്രം സമർപ്പിച്ചില്ല? കാരണം അവരും ഈ പറയുന്ന അസോസിയേഷൻ CI2 നേതാവായിരുന്നു. അവരുടെ റിട്ടയർമെന്റ് കാലാവധി കഴിയുന്നത് വരെ നിർത്തിയിട്ട് സിറാജുദ്ദീനെ മാത്രം പ്രതിയാക്കിക്കൊണ്ട് ഈ കേസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഈ ഷാജി എന്ന് പറയുന്ന വിജിലൻസ് എക്സിക്യൂട്ടീവ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ സാമ്പത്തികമായി അദ്ദേഹത്തിന് നേട്ടം ഉണ്ടായിട്ടുണ്ട് എന്നാണ് വെൽഫെയർ അസോസിയേഷൻ പറയുന്നത്. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ കൊടുക്കുന്നില്ല എങ്കിൽ ഈ കുറ്റപത്രം വെച്ചുകൊണ്ട് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന പോലീസ് വിജിലൻസിന് ഈ കേസ് കൈമാറുകയാണ്. ഞങ്ങൾ ഈ കേസ് പരാതി കൊടുക്കുകയാണ്.
അപ്പൊ അത് പറഞ്ഞിട്ട് വേണമല്ലോ ചെയ്യാൻ. ഏതായാലും നിയമപരമായിട്ട് നടപടി സ്വീകരിക്കുവാൻ കഴിവില്ലാത്ത, അറിഞ്ഞതായി നടിക്കാത്ത, അഴിമതികൾക്ക് കൊടപിടിക്കുന്നത് കൊണ്ട് ഒരു വിജിലൻസ് അധികാരി KSRTC ഇരിക്കുന്നത് കൊണ്ട് ഈ കേസ് പോലീസിന് കൈമാറി പോലീസ് എൻക്വയറി നടത്തേണ്ട ഈ കേസ് ഒതുക്കി തീർക്കുവാൻ ശ്രമിക്കുന്ന KSRTC വിജിലൻസിന്റെ നടപടിയിൽ വെൽഫെയർ അസോസിയേഷൻ പ്രതിഷേധിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വെൽഫെയർ അസോസിയേഷൻ ഈ കേസ് പോലീസ് വിജിലൻസിന് പ്രത്യേക പരാതിയായി, വെൽഫെയർ അസോസിയേഷന്റെ സംഘടനയുടെ പരാതിയായി നൽകുവാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ ഈ കേസ് ഇപ്പൊ ഇത് അതിന്റെ തന്നെ താഴോട്ട് വരുമ്പം വേറെ കുറെ പൈസ ഉണ്ട്. അതായത് ബജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി 29/12/2024 ഓപ്പറേറ്റ് ചെയ്ത 3 ട്രിപ്പുകളുടെയും 1/1/25 ഓപ്പറേറ്റ് ചെയ്ത ഒരു ട്രിപ്പിന്റെയും കളക്ഷൻ തുക പൂർണ്ണമായും 19/1/2025 ഓപ്പറേറ്റ് ചെയ്ത ഒരു ട്രിപ്പിന്റെ കളക്ഷൻ തുകയിൽ 10,000 രൂപ ഉൾപ്പെടെ 1,97,060 രൂപ കുറച്ചാണ് ഒടുക്കിയിട്ടുള്ളത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ പറഞ്ഞ ഞാൻ ആദ്യം പറഞ്ഞില്ല, ആ തുകയല്ല കൂടുതലും ഉണ്ടത്. അതായത് 1,97,060 രൂപ. അപ്പൊ ഈ ഡിപ്പോ അധികാരി എന്ത് ചെയ്തു? ഡിപ്പോ അധികാരി വേണം ഇതിനായിട്ട് ഒപ്പിട്ട് കൊടുക്കാൻ. അപ്പം എന്നാൽ വിശദമായ ഓഡിറ്റിംഗിൽ 1/1/2000 ട്രിപ്പ് ഫിനിഷ് ചെയ്ത ശേഷം ബാങ്കിലുണ്ടായിരുന്ന ബാലൻസും വരവ് വെച്ചാൽ ഈ സർവീസുകളുടെ വരുമാനത്തിൽ 1,47,844 രൂപ KSRTC അക്കൗണ്ടിൽ ലഭ്യമായിട്ടില്ല. അപ്പൊ ഇനി വേറെ ഈ കണക്കുകളൊക്കെ അവർ എഴുതി കാണിച്ചിട്ടുണ്ട്. അതായത് BTC കോർഡിനേറ്ററായ ശ്രീ PB സിറാജുദ്ദീൻ സ്വന്തം ആവശ്യത്തിലേക്കായി ഉപയോഗിച്ചു എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയാണോ ഒരു കുറ്റപത്രം തയ്യാറാക്കേണ്ടത് എന്ന് വിജിലൻസ് ഓഫീസർ ഷാജിയോട് ഞാൻ ചോദിക്കുകയാണ്. സ്വന്തം ആവശ്യത്തിലേക്കായിട്ട് ഉപയോഗിച്ചാണ്. അതായത് BTC കോർഡിനേറ്ററായ ശ്രീ PB സിറാജുദ്ദീൻ സ്വന്തം ആവശ്യത്തിലേക്കായി ഉപയോഗിച്ചു എന്നല്ല, കോർപ്പറേഷന്റെ തുക മോഷണം നടത്തി, തിരിമറി നടത്തി എന്നാണ് കുറ്റപത്രത്തിൽ എഴുതേണ്ടത്. സ്വന്തം ആവശ്യത്തിലേക്ക് ഉപയോഗിക്കുന്ന അപ്പോൾ എന്താണ്? യൂണിയൻ നേതാവാണ്, ഭരണകക്ഷി യൂണിയൻ നേതാവാണ്. ഇപ്പോൾ ഷാജി ഇരിക്കുന്ന കസേര ഭരണകക്ഷിയുടെ ഔദാര്യമാണ് എന്നുള്ള വ്യക്തമായ തിരിച്ചറിവ് ഉള്ളത് കൊണ്ട് ഭയന്നിട്ടും ഇതിന്റെ ആനുകൂല്യം കൈപ്പറ്റിയത് കൊണ്ടുമാണോ ഇതിലേതാണ് ശരിയെന്ന് വ്യക്തമാക്കേണ്ടത് ഷാജി തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അഴിമതിക്കെതിരായി വെൽഫെയർ അസോസിയേഷൻ പോരാട്ടം തുടരും. നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ, ഞാൻ പറയുന്നത് ഈ കാണുന്ന വീഡിയോകൾ വളരെയധികം ഷെയർ ചെയ്യപ്പെടേണ്ടതുണ്ട്. സർവീസിൽ നിന്നും എന്നെ പുറത്താക്കിയിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ നിശബ്ദരായിരിക്കുമെന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ പോരാട്ടത്തിൽ എന്നോടൊപ്പം സഹകരിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ സഹപ്രവർത്തകരും, എല്ലാ പൊതുജനങ്ങളും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് പൊതുജനങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുവാനും ഈ പോരാട്ടത്തിന് ശക്തി പകരുവാനും എനിക്കൊപ്പം കൂട്ടായി ഉണ്ടായിരിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. Thank you.